ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മോഡ്യൂൾ 3-ലെ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ആൻഡ് സബ് റൂട്ടീൻ എന്ന് പറഞ്ഞൊരു പോർഷനാണ്. ഓക്കെ, ആദ്യം അബ്സ്ട്രാക്ഷൻ എന്താണ്? അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ആക്ട് ഓഫ് റെപ്രസെന്റിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് വിത്തൗട്ട് ഇൻക്ലൂഡിങ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഓർ എക്സ്പ്ലനേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ക്ലാസ്, നമുക്ക് എല്ലാവർക്കും ക്ലാസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചർ അറിയാം. അതിനകത്ത് കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. അപ്പോൾ ഈ കാർ എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ കാറിനകത്ത് കുറേ പ്രോപ്പർട്ടീസും ഉണ്ട്, ഫങ്ഷണാലിറ്റീസും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൗ ടു സ്റ്റാർട്ട് എ കാർ എന്ന് പറയുമ്പോൾ കീ ഇട്ടിട്ട് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അത് കാർ സ്റ്റാർട്ട് ആവുന്നു എന്ന് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷേ അത് ഇന്റേണലി കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതൊന്നും യൂസറിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. ജസ്റ്റ് നമ്മളെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ കീ എടുത്ത് ആ കീ ഹോളിൽ ഇടുക, ദെൻ സ്റ്റാർട്ട് ഓൺ ആക്കുക, അപ്പോൾ കാർ ഓൺ ആവും. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അതേപോലെ തന്നെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം യൂസറിൽ നിന്നും മാറ്റിവെക്കും. എസെൻഷ്യലായിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം മാത്രം പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ദ സെയിം ഇഫക്റ്റ് ഹാപ്പൻസ് ഇൻ ക്ലാസ്സിനകത്ത് നമ്മൾ എന്താണ് മെമ്പർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അറിയാം, മെമ്പർ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം, ഫങ്ഷൻ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ആരിൽ നിന്നും അതായത് അതർ യൂസേഴ്സിൽ നിന്നും മറച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള അബ്സ്ട്രാക്ഷൻ ആണ് നമുക്കുള്ളത്. ഒന്ന് കൺട്രോൾ അബ്സ്ട്രാക്ഷനും ഒന്ന് ഡേറ്റ അബ്സ്ട്രാക്ഷനും. ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വേരിയബിൾ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാണ്. ദെൻ ആ പ്രൈവറ്റ് ആയിട്ടുള്ളതിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഹൈഡ് ചെയ്യാണ്. ദെൻ ദാറ്റ് ഈസ് എ ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ദെൻ വാട്ട് ഈസ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ? കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷന്റെ അകത്ത് ഞാൻ ചെക്ക് പ്രൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ അകത്ത് കുറെ കോഡ് എഴുതിയിരിക്കുകയാണ്. ആ കോഡ് എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ പ്രൈം ആണോ അല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഇൻബിൽഡ് ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു നമ്പർ പാസ് ചെയ്യുക, ചെക്ക് പ്രൈം എന്ന് പറയുന്ന ഒരു 50 എന്ന് പറയുന്ന നമ്പർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ പ്രൈം ആണോ അല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തരും. സിമിലർലി നമ്മുടെ പ്രിന്റ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിനകത്ത് നമുക്ക് എന്ത് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരുന്നു? നമ്മൾ പറയുന്ന ഒരു സ്ട്രിങ്, ഒരു ലിറ്ററൽ നമ്മൾക്ക് എന്തിനകത്തോട്ട് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരുന്നു? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരുന്നു. അപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്, അതായത് മോണിറ്ററിലേക്ക് നമുക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് printf എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അല്ലെങ്കിൽ system.out.println എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ പൈത്തണിലാണെങ്കിൽ പ്രിന്റ് നമുക്ക് യൂസ് ചെയ്താൽ മതി എന്നറിയാം. പക്ഷെ ആ പ്രിന്റ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ കോഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അബ്സ്ട്രാക്ഷന്റെ വേറൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റ് എ നെയിം, അതായത് printf എന്ന് പറയുന്ന ഒരു പേര് നമ്മളടുത്ത് പറയുന്നു. എന്നിട്ട് നമ്മളടുത്ത് അതിൽ നിന്ന് എന്ത് മറച്ചു വെക്കുന്നു? കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവിടെ നടക്കുന്ന കോഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറച്ചു വെക്കുന്നു. ദാറ്റ് ഈസ് മീൻ ബൈ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ അകത്താണ് അത് നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, എന്താണ് ഈ സബ് റൂട്ടീൻ എന്ന് പറയുന്നത്? സബ് റൂട്ടീൻ ജസ്റ്റ് ലൈക്ക് എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ ഫംഗ്ഷനെയാണ് സബ് റൂട്ടീൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് വഴിയാണ്? സബ് റൂട്ടീൻ വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? എല്ലാ പ്രോഗ്രാംസും സബ് റൂട്ടീൻ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് വഴിയാണ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കൺട്രോൾ സബ് റൂട്ടീന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റീയൂസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ printf എന്ന് പറയുന്നത് നമുക്ക് പല സമയത്തും പല കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും, മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. ഈച്ച് ആൻഡ് എവരി ടൈം printfനകത്തുള്ള കോഡ് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എന്ത് ചെയ്യും? കുറെ കോഡ് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതിനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണോ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിനകത്ത് 10 പ്രാവശ്യം printf യൂസ് ചെയ്യാണ്. printf എന്ന് പറയുന്നതിനകത്ത് ഒരു 5 ലൈൻസ് ഓഫ് കോഡ് അല്ലെങ്കിൽ 10 ലൈൻസ് ഓഫ് കോഡ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 10 പ്രാവശ്യം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 into 10 ദാറ്റ് ഈസ് 100 കോഡ് നമുക്ക് എഴുതേണ്ടി വരുന്നത്. പക്ഷെ ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 10 ലൈൻ ഓഫ് കോഡ് മാത്രം എഴുതിയാൽ മതി. ഈച്ച് ആൻഡ് എവരി ടൈം വി ഹാവ് ടു കോൾ ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ,
അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനാണ് റീയൂസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സബ് റൂട്ടീന്റെ ഒരു പ്രോപ്പർട്ടിയാണ് റീയൂസ് എന്ന് പറയുന്നത്. ഇനി സബ് റൂട്ടീൻ നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് എന്താണ്, ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ അത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അപ്പോൾ ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് ഒരു നോർമലി നമ്മളൊരു സബ് റൂട്ടീൻ വോയിഡ് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അത് ഒരു പ്രോഗ്രാമർ ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് ഓപ്പറേഷൻ നടക്കത്തുള്ളൂ. അതായത് പ്രിന്റ്എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നിങ്ങൾ വിളിക്കുമ്പോൾ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ പ്രിന്റ്എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കോൾ ചെയ്യത്തില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഇറ്റ് ഈസ് എൻ ഇനാക്റ്റീവ് പ്രോസസ്, ഇനാക്റ്റീവ് എൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ നമുക്കൊരു സബ് റൂട്ടീനിന് പറയാം. whenever that subroutine is being called, it become active. ആരെങ്കിലും ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അതെന്തായി മാറും, അത് ആക്റ്റീവ് എൻറ്റിറ്റി ആയിട്ട് മാറും. ഓക്കെ, ആക്റ്റീവ് എൻറ്റിറ്റി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സബ് റൂട്ടീൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കോൾ ചെയ്യേണ്ടി വരും. അത് ആരുടെ ബിഹാഫ് ആയിട്ടാണ് കോൾ ചെയ്യുന്നത്, ആരെങ്കിലും അതിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മാത്രമേ അതിനകത്തുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സബ് റൂട്ടീൻ്റെ അകത്ത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്. ദെൻ സബ് റൂട്ടീൻ, മോസ്റ്റ് ഓഫ് ദി സബ് റൂട്ടീൻ ആർ പാരാമീറ്ററൈസ്ഡ്. നമുക്ക് ഓരോ സബ് റൂട്ടീനകത്ത് പാരാമീറ്റർ ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റും, പാരാമീറ്റർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്, ആഡ് എന്ന് പറഞ്ഞു. ആഡിനകത്ത് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. ദാറ്റ് മീൻസ് ഇതിനകത്ത് പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല. ഇനി ഞാൻ വേറൊരു ഫംഗ്ഷൻ എഴുതുകയാണ്, ആഡ് x, y. ദെൻ ഇതിനകത്ത് എന്താണ്, രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ void add എന്ന് ഞാൻ എഴുതുകയാണ്. ഇതാണ് അതിന്റെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എഴുതുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കും. ഫോർമൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇനി കോൾ ചെയ്യുന്ന സമയത്ത് add 10,20 എന്ന് എഴുതുകയാണെങ്കിൽ 10ഉം 20ഉം എന്ന് പറയുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആക്ച്വൽ പാരാമീറ്റേഴ്സും ഫോർമൽ പാരാമീറ്റേഴ്സും. ഈ ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കും. ഇനി ചില പ്രോഗ്രാംസ് നമുക്ക് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. രണ്ട് നമ്പർ ആഡ് ചെയ്തതിനു ശേഷം ആ ആഡ് ചെയ്ത റിസൾട്ട് എന്താണെന്നുള്ള കാര്യം നമുക്ക് റിട്ടേൺ ചെയ്യും. അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഇതിനകത്തുണ്ട്, സബ് റൂട്ടീനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാനാണെങ്കിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഇൻഡ് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. അതിനകത്ത് രണ്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻഡ് എയും ഉണ്ട്, ഇൻഡ് ബിയും ഉണ്ട്. അപ്പൊ ഈ ഇൻഡ് എ ആൻഡ് ഇൻഡ് ബി എന്ന് പറയുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കാം. ഇനി ഇത് രണ്ടും ആഡ് ചെയ്ത്, ഈ നമ്പർ രണ്ടും ആഡ് ചെയ്തിട്ട് റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് റിട്ടേൺ ടൈപ്പ് എന്താണെന്നുള്ള കാര്യം. ദാറ്റ് ഈസ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഇൻഡ് ആണ്. ദാറ്റ് ഈസ് ഈ രണ്ട് ഇൻഡിജർ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ഇൻഡിജർ ആയിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിനെ ഡിക്ലറേഷൻ, ഈ ഒരു കാര്യത്തിനെ ഫുൾ ആയിട്ട് നമ്മൾ എന്തെന്ന് വിളിക്കും, ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് വിളിക്കും. നൗ നമുക്ക് ഇതെന്ന് പറയുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫംഗ്ഷൻ കോൾ അല്ലെങ്കിൽ സബ് റൂട്ടീൻ കോൾ എന്നാണ് വിളിക്കുന്നത്, സബ് റൂട്ടീൻ കോൾ. ഓക്കെ, അപ്പോൾ ഈ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ എക്സും വൈയും എന്താണ്, എക്സും വൈയും എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, നമ്മൾ ഈ സബ് റൂട്ടീൻ സ്റ്റാക്ക് ലേ ഔട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഫസ്റ്റ് മോഡ്യൂളിൽ ഇതിനെപ്പറ്റി സ്റ്റാറ്റിക് ലിങ്കും ഡൈനാമിക് ലിങ്ക് ഇതിനെയൊക്കെ പറ്റി പഠിച്ചതാണ്. അതിന്റെ ഒരു ഓവർവ്യൂ ആണ് വീണ്ടും നമ്മൾ ഒന്നും കൂടെ നോക്കുന്നത്. അതായത് ഓരോ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്റ്റാക്കിനകത്ത് ആ സബ് റൂട്ടീനിന്റെ ഒരു എൻട്രി വരും. ആ ഒരു പർട്ടിക്കുലർ സബ് റൂട്ടീനിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ആ സബ് റൂട്ടീനകത്താണ്. എങ്ങോട്ടാണ് പോകേണ്ടത്, ഏതൊക്കെ പാരാമീറ്റേഴ്സ് വന്നു, എന്തൊക്കെ ലോക്കൽ വേരിയബിൾസ് ആ സബ് റൂട്ടീനകത്ത് നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടി വരും, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാക്ക് അലോക്കേഷൻസ് എന്നൊക്കെ ഉള്ള, അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് അലോക്കേഷൻ എല്ലാം നടക്കുന്നത് ഈ ഒരു സ്റ്റാക്കിനകത്താണ്. അപ്പോൾ ഒരു സബ് റൂട്ടീനിന് അലോക്കേറ്റ് ചെയ്യുന്നത് സ്പേസ്, അതിനെ നമ്മൾ വിളിക്കുന്നത് ഫ്രെയിം എന്നാണ്. ഫ്രെയിം അല്ലെങ്കിൽ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്റ്റാക്ക് ഫ്രെയിം അല്ലെങ്കിൽ ആക്ടിവേഷൻ റെക്കോർഡ് എന്നും പറയാം.
അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇനി ഈ ഒരു ഫ്രെയിമിനകത്ത് നമുക്ക് എന്തൊക്കെ കാണും? നമുക്ക് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് കാണും. ആർഗ്യുമെന്റ്സ് അതായത് ആ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് എന്താണെന്നുള്ള കാര്യം കാണും. റിട്ടേൺ വാല്യൂ കാണും. ചില ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻസ് കാണും. ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് റിട്ടേൺ അഡ്രസ് എന്താണ് എന്നുള്ള കാര്യം. ഇത് റിട്ടേൺ വാല്യൂ ആണ്. അതായത് ഈ ഒരു ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ എന്നുള്ള കാര്യം സ്റ്റോർ ചെയ്യണം. സേവ്ഡ് രജിസ്റ്റേഴ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യണം. ലോക്കൽ വേരിയബിൾസ്, ടെമ്പററി വാല്യൂസ് അതെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഫ്രെയിമിനെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു സ്റ്റാക്ക് ഫ്രെയിമിൽ നിന്ന്, ഇതൊരു സ്റ്റാക്ക് ഫ്രെയിം ആണെങ്കിൽ ഇതിനെ അലോക്കേറ്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. നമുക്ക് ഫംഗ്ഷന്റെ ഒരു സ്റ്റാക്ക് ഫ്രെയിം ആണുള്ളതെങ്കിൽ എ ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സ്പേസ് നമ്മൾ എന്ത് ചെയ്യണം? പോപ്പ് ഔട്ട് ചെയ്യണം. ഓക്കെ, പോപ്പ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഫ്രീ സ്പേസസ് ആണ്. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇത് സ്റ്റാക്കിന്റെ ടോപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SP എന്ന് പറയുന്ന സാധനം. ഇനി ഈ ഫ്രെയിമിനകത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിനെ നമ്മൾ FP എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ഫ്രെയിം പോയിന്റർ എന്ന് വിളിക്കും. അപ്പോൾ ഒരു സബ് റൂട്ടീൻ നമ്മൾ അവിടുന്ന് പോപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു SP എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഡിക്രിമെന്റ് ചെയ്ത് അത് പോയ സ്ഥലത്തേക്ക് എത്തും. ഓക്കെ, ഇത് പോപ്പ് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴാണ്. ഇനി ഈ FP പോയിന്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു വാല്യൂ കാണും. 2000 എന്ന് പറഞ്ഞൊരു വാല്യൂ കാണുമെന്ന് വിചാരിക്കുക. ദെൻ പുതിയ FP എന്ന് പറയുന്നത് എന്തായിരിക്കും? 2000 എന്ന് പറയുന്ന മെമ്മറിയിലായിരിക്കും പുതിയ FP ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് SPയും തമ്മിലുള്ള വ്യത്യാസം. അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? A എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നു. Aന്റെ അകത്ത് വെച്ച് B കോൾ ചെയ്തിരിക്കുന്നു. Bന്റെ അകത്ത് വെച്ച് C കോൾ ചെയ്തിരിക്കുന്നു. Cന്റെ അകത്ത് വെച്ച് D കോൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ D കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് വരും? ഈ SP എന്ന് പറയുന്ന സാധനം ഇങ്ങോട്ടേക്ക് വരും. അതായത് D കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കാര്യമാണ്. ഇനി ഇവിടെ FP പോയിന്റ് ചെയ്യുന്നത് എന്തായിരിക്കും? സേവ്ഡ് FP ഓഫ് C ആയിരിക്കും. അതായത് സിയുടെ FP ആയിരിക്കും നമ്മൾ എന്തിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഈ ഒരു FPക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മാറിയിട്ട് ഇവിടെയുള്ള വാല്യൂ എന്തായിരിക്കും? ഇതായിരിക്കും പുതിയ FP എന്ന് പറയുന്നത്. ഓക്കെ, ഈ വാല്യൂ ആയിരിക്കും. അതായത് സിയുടെ FP വാല്യൂ എന്താണോ, അഡ്രസ് എന്താണോ അതായിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് 2000 ആണ് എന്നുണ്ടെങ്കിൽ 2000 ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന വാല്യൂ എന്തായിരിക്കും? 2000 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിൽ 1500 ആണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. 1500 ആണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് B എന്ന് പറയുന്നതിന്റെ FP ആയിരിക്കും. ഓക്കെ, B എന്ന് പറയുന്നതിന്റെ FP ആയിരിക്കും ഈ വാല്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും കിടക്കുന്നത്? Aയുടെ FP വാല്യൂ ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, അങ്ങനെയായിരിക്കും FP വാല്യൂ ഉള്ളത്. ഇനി ഓരോ ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ഇത്രയും പോർഷനെയാണ് നമ്മൾ ഫ്രെയിം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് വിളിക്കുന്നത്. ആക്ടിവേഷൻ റെക്കോർഡിനകത്ത് എന്തൊക്കെയുണ്ട്? ആ ഒരു സബ് റൂട്ടീനിലേക്ക് പാസ് ചെയ്ത ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്? ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ടെമ്പററി വാല്യൂസ് വല്ലതും ഉണ്ടോ? ദെൻ ലോക്കൽ വേരിയബിൾസ് വല്ലതും ഉണ്ടോ? ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു? നമുക്ക് FP എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. FP എന്ന് പറയുന്നത് റിട്ടേൺ അഡ്രസ്സും, അതേപോലെ നമ്മൾ നേരത്തെ എന്തൊക്കെ പറഞ്ഞു? ബുക്കിംഗ് ഇൻഫർമേഷൻ്റെ സേവ് രജിസ്റ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത്. മിസ്ലേനിയസ് ബുക്കിംഗ് ഇൻഫർമേഷൻ്റെ അകത്താണ് വരുന്നത്. ദെൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് റിട്ടേൺ അഡ്രസ്, അതായത് ഈ ഒരു സബ് റൂട്ടീൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ്, ഏത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമുക്ക് എന്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്? റിട്ടേൺ അഡ്രസ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് എന്തെന്ന് വിളിക്കുന്നത്? ഒരു സബ് റൂട്ടീന്റെ സ്റ്റാക്ക് ലേഔട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആക്ടിവേഷൻ റെക്കോർഡ് എന്നും പറയാം. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് കാര്യങ്ങളുണ്ട്. സ്റ്റാക്ക് പോയിന്ററും ഉണ്ട്, ഫ്രെയിം പോയിന്ററും ഉണ്ട്. ഇനി സ്റ്റാക്ക് പോയിന്ററിനകത്ത് നമുക്ക് എന്താണ്? കണ്ടെയ്ൻസ് ദി ഐദർ ദി ലാസ്റ്റ് യൂസ്ഡ് സ്പേസ്. അതായത് ഈ ഒരു ഐദർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് സ്റ്റാക്ക് ഇനിഷ്യലി എംറ്റി ആണെന്ന് വിചാരിക്കുക. എംറ്റി ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അൺയൂസ്ഡ് ലൊക്കേഷനെ ആയിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. സ്റ്റാക്ക് എംറ്റി ആണെന്നുണ്ടെങ്കിൽ
അതല്ല സ്റ്റാക്കിനകത്ത് കണ്ടന്റ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് യൂസ്ഡ് ലൊക്കേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്, അതായത് ആ സബ് റൂട്ടീൻ ഒക്കെ ഉള്ള ലാസ്റ്റ് പോയിന്റ് ഇതെങ്കിൽ ഇവിടെ ആയിരിക്കും FP സ്റ്റോർ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് SP എന്ന് പറയുന്ന സ്റ്റാക്ക് പോയിന്ററിന്റെ ഡെഫിനിഷൻ. ഫ്രെയിം പോയിന്റർ എന്താണ്? ഒരു സ്റ്റാക്ക് ഫ്രെയിമിന്റെ അകത്ത് അല്ലെങ്കിൽ ആക്ടിവേഷൻ റെക്കോർഡിനകത്തുള്ള ഒരു അഡ്രസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രെയിം പോയിന്റർ എന്ന് വിളിക്കുന്നത്. ആ പർട്ടിക്കുലർ അഡ്രസ്സിലേക്കായിരിക്കും ഫ്രെയിം പോയിന്റർ പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്തുള്ള കാര്യം എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഒബ്ജക്റ്റ് ഇൻ ദ ഫ്രെയിം ആർ ആക്സസ്ഡ് വയ. എന്താണ് ഈ ഫ്രെയിം പോയിന്ററിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ FP ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന്റെ ലോക്കൽ വേരിയബിൾസും അതേപോലെ റിട്ടേൺ അഡ്രസ്സും ടെമ്പററി വേരിയബിൾസും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. FP മൈനസ് സം വാല്യൂ ഗീവ്സ് ലോക്കൽ വേരിയബിൾ, FP പ്ലസ് സം വാല്യൂ വിൽ ഗീവ് റിട്ടേൺ അഡ്രസ്. അപ്പോൾ FP ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോക്കൽ വേരിയബിൾസും അതേപോലെ ഒരു സബ് റൂട്ടീനിൽ ഒരു ലോക്കൽ വേരിയബിൾ റെപ്രസെന്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? FP ഉപയോഗിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? FP മൈനസ് സം ഓഫ്സെറ്റ് വാല്യൂ വിൽ ഗിവ് യു ദ കറസ്പോണ്ടിങ് എൻട്രി. പ്ലസ് ഓർ മൈനസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. FPയുടെ കൂടെ എന്തെങ്കിലും ഒരു ഓഫ്സെറ്റ് വാല്യൂ നമ്മൾ പ്ലസ് ഓർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് കിട്ടും. അപ്പോൾ FP ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്റ്റാക്കിനകത്ത് കിടക്കുന്ന ഒരു ആക്ടിവേഷൻ റെക്കോർഡിനകത്ത് കിടക്കുന്ന ലോക്കൽ വേരിയബിൾസിനെ അല്ലെങ്കിൽ റിട്ടേൺ അഡ്രസ്സിനെ അല്ലെങ്കിൽ റിട്ടേൺ വാല്യൂവിനെ എല്ലാം നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇനി സൈസ് ഓഫ് ദി ആർഗ്യുമെന്റ്സ്, അതായത് നമ്മുടെ ഒരു അറേയാണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പഠിച്ചു സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ഡൂപ്പ് വെക്ടർ എന്ന് പറഞ്ഞൊരു കാര്യം പഠിച്ചു. സൈസ് ഓഫ് ദി വെക്ടർ ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡൂപ്പ് വെക്ടർ കാണും. ആ ഡൂപ്പ് വെക്ടർ നമ്മൾ പോയിന്റ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ആ അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലേക്കായിരിക്കും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ അതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഫ്രെയിം പോയിന്റിനാണ്. അപ്പോൾ ഒരു ഓഫ്സെറ്റ് ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് ദ ഫ്രെയിം പോയിന്റർ വിൽ ആക്സസ് ദി റിക്വയർഡ് ലോക്കൽ വേരിയബിൾസ് ഓർ ആർഗ്യുമെന്റ്സ് ഇൻ ആൻ ആക്ടിവേഷൻ റെക്കോർഡ്. ഓക്കെ, ഇനി നമുക്ക് നോൺ ലോക്കൽ വേരിയബിൾസ്, അതായത് ഒരു സബ് റൂട്ടീനകത്ത് ഇല്ലാത്ത ഒരു വേരിയബിൾ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നു, നമുക്ക് രണ്ട് ടൈപ്പ് ലിങ്ക് നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റാറ്റിക് ലിങ്ക്, അത് സ്റ്റാറ്റിക് സ്കോപ്പിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഡൈനാമിക് ലിങ്ക്, ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡൈനാമിക് സ്കോപ്പിംഗ്. അത് നമ്മുടെ സ്റ്റാക്ക് ഫ്രെയിമിനകത്ത് നമ്മൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈച്ച് സ്റ്റാക്ക് ഫ്രെയിം കൺസിസ്റ്റ് ഓഫ് എ റെഫറൻസ് ടു ദ ഫ്രെയിം ഓഫ് ലെക്സിക്കൽ സറൗണ്ടിങ് സബ് റൂട്ടീൻ. ലെക്സിക്കലി സറൗണ്ടിങ് സബ് റൂട്ടീനിന്റെ ഒരു ലിങ്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആ ലിങ്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റാറ്റിക് ലിങ്ക് എന്ന് വിളിക്കുന്നത്. ഇനി സേവ്ഡ് ഫ്രെയിം പോയിന്റർ, നമ്മൾ പറഞ്ഞു ആരാണോ കോൾ ചെയ്യുന്നത് ആ കോൾ ചെയ്യുന്നതിന്റെ ഫ്രെയിം പോയിന്റർ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ഫ്രെയിം പോയിന്ററിനകത്ത് നമ്മുടെ കറണ്ട് ഫ്രെയിമിനകത്ത് നമ്മൾ സേവ് ചെയ്യും. ആ സേവ് ചെയ്യുന്നതിന് ആ ഒരു പോയിന്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിനെയാണ് നമ്മൾ ഡൈനാമിക് ലിങ്ക് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു പ്രോഗ്രാമിന്റെ ലെക്സിക്കൽ സറൗണ്ടിങ് അനുസരിച്ച് അതിന്റെ സ്റ്റാറ്റിക് ലിങ്കും ഡൈനാമിക് ലിങ്കും വേരി ചെയ്യും. ചിലതിനൊക്കെ ഡൈനാമിക് ലിങ്കും സ്റ്റാറ്റിക് ലിങ്കും സെയിം ആയിരിക്കും, ചിലതിന് ഡിഫറെന്റ് ആയിരിക്കും. അത് ലെക്സിക്കൽ സറൗണ്ടിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലെക്സിക്കൽ സറൗണ്ടിങ്സ് രണ്ടിനും സെയിം ആണെങ്കിൽ, അതായത് ഫ്രെയിം പോയിന്റർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതും ലെക്സിക്കൽ സറൗണ്ടിങ്, ആ ഒരു A calls B, then we will check the lexical surrounding of B. If it is same to A, then അങ്ങനെയാണെങ്കിൽ ലെക്സിക്കൽ സറൗണ്ടിങ് എന്ന് പറയുന്നതും A ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫ്രെയിം പോയിന്ററും ഡൈനാമിക് ലിങ്കും സ്റ്റാറ്റിക് ലിങ്കും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതല്ല A calls B ആണ്, then A calls B ആണ് എന്നുണ്ടെങ്കിൽ ഡൈനാമിക് ലിങ്കിനകത്ത് എന്തായിരിക്കും വരുന്നത്? Aയുടെ ഫ്രെയിം പോയിന്റർ തന്നെയായിരിക്കും വരുന്നത്. പക്ഷേ ബിയുടെ ലെക്സിക്കൽ സറൗണ്ടിങ് എന്ന് പറയുന്നത് സം C ആണ് എന്നുണ്ടെങ്കിൽ ദെൻ ഡൈനാമിക് ലിങ്ക് എന്തായിരിക്കും? C ആയിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും? ഡിഫറൻസ് വരും. അതാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡൈനാമിക് ലിങ്കിന്റെ സ്റ്റാറ്റിക് ലിങ്കിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഡൈനാമിക് ലിങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഫ്രെയിം പോയിന്ററിനകത്തുള്ള സേവ്ഡ് ഫ്രെയിം പോയിന്ററിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സേവ്ഡ് വാല്യൂ ഓഫ് ഫ്രെയിം പോയിന്ററിനെ തന്നെയാണ് ഡൈനാമിക് ലിങ്ക് എന്ന് വിളിക്കുന്നത്. പക്ഷേ സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെക്സിക്കൽ സറൗണ്ടിങ് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ ഓൾറെഡി നോക്കിയ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ. A എന്ന് പറയുന്നതിനെ ഞാൻ കോൾ ചെയ്യാണ്. എനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാക്കിനകത്ത് നമ്മൾ എനെ കൊണ്ടുവന്നു.
സ്റ്റാക്ക് നമുക്ക് ആദ്യമേ ഒന്ന് വരയ്ക്കാം. ആദ്യം ഞാൻ എനെ വിളിക്കുമ്പോൾ എനെ കൊണ്ടുവന്നു. ഓക്കെ, എനെ കൊണ്ടുവന്നു. ദെൻ എക്കകത്ത് വെച്ച് ഞാൻ ആരെ കോൾ ചെയ്യാണ്? ഇനിഷ്യലി ഞാൻ ഈനെ കോൾ ചെയ്യാണ്. സോ ഈനെ ഞാൻ കൊണ്ടുവന്നു. ഈനെ കൊണ്ടുവന്നു. അപ്പൊ നേരെ ഈക്കകത്ത് പോവാണ്. ഇ എന്ന് പറയുന്നതിനകത്ത് വെച്ച് ഞാൻ ബീനെ കോൾ ചെയ്യുന്നു. ഓക്കെ, ഈനകത്ത് വെച്ച് ഞാൻ ബീനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ഇ കംപ്ലീറ്റ് ആയിട്ടില്ല, ബി കംപ്ലീറ്റ് ആയാലേ ഇ കംപ്ലീറ്റ് ആവുള്ളൂ. സോ ബീനെ കൊണ്ടുവന്നു. ഓക്കെ, നൗ ബിക്കകത്ത് വെച്ച് ഞാൻ ആരെ കൊണ്ടുവന്നു? ബിനകത്ത് ഞാൻ പോകുമ്പോൾ ബിക്കകത്ത് ഡീനെ കോൾ ചെയ്യാണ്. ഓക്കെ, ഡീനെ കോൾ ചെയ്യുന്നു. ഇനി ഡിക്കകത്ത് ചെല്ലുമ്പോൾ ഞാൻ ആരെയാണ് കോൾ ചെയ്യുന്നത്? സീനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ബീനെ കോൾ ചെയ്തു, സീനെ കോൾ ചെയ്തു. നൗ വി ക്യാൻ കൺസ്ട്രക്ട് ദി ഫ്രെയിം പോയിന്റർ. ഫ്രെയിം പോയിന്റർ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ഇപ്പോൾ നിൽക്കുന്ന ഫ്രെയിം പോയിന്റർ. ഓക്കെ, ഇതാണ് ഇപ്പോൾ നിൽക്കുന്ന സിക്കകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ സിയുടെ ഫ്രെയിം പോയിന്റർ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി സിക്കകത്ത് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന എന്തായിരിക്കും? സിക്കകത്ത് സേവ് ചെയ്തിരിക്കുന്ന ഡിയുടെ ഫ്രെയിം പോയിന്റർ ആയിരിക്കും. സോ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പോയിന്റ് ഇതാണ്. ഓക്കെ, ഡിക്കകത്തുള്ള ഫ്രെയിം പോയിന്ററിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും? ബിയുടെ ഫ്രെയിം പോയിന്റർ ആയിരിക്കും. അത് കാണും. ഇനി ബിക്കകത്ത് എഴുതിയിരിക്കുന്നത് സിയുടെ ഫ്രെയിം പോയിന്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഇക്കകത്ത് കിടക്കുന്നത് എയുടെ ഫ്രെയിം പോയിന്റർ ആയിരിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡൈനാമിക് ലിങ്ക് എന്ന് വിളിക്കുന്നത്. DL എന്ന് ഞാൻ വിളിക്കുന്നു, ഡൈനാമിക് ലിങ്ക്. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ലെക്സിക്കൽ സറൗണ്ടിങ് എന്താണെന്ന്. സേ ഇ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇ എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ ലെക്സിക്കൽ സറൗണ്ടിങ് എന്ന് പറയുന്നത് പുറത്ത് കിടക്കുന്നത് എന്താണ്? എക്കകത്താണ് കിടക്കുന്നത്. സോ ഇയുടെ ലെക്സിക്കൽ സറൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. ഓക്കെ, നൗ ബിയുടെ ലെക്സിക്കൽ സറൗണ്ടിങ് എന്ന് പറയുന്നത് ഇതാണ് ബി. ബിയുടെ വെളിയിൽ കിടക്കുന്നത് എന്താണ്? എ ആണ്. സോ അതും എയിലോട്ട് തന്നെ വരും. ഓക്കെ, നൗ സി എന്ന് പറയുന്നത് ഇതിന്റെ ലെക്സിക്കൽ സറൗണ്ടിങ് എന്താണ്? സിയുടെ പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ബി ആണ്. സോ സ്റ്റാറ്റിക് ലിങ്ക് എങ്ങോട്ടായിരിക്കും വരുന്നത്? ബിയിലേക്കായിരിക്കും വരുന്നത്. ഓക്കെ, നൗ ഡിയുടെ പുറത്ത് കിടക്കുന്നത് എന്താണ്? ഡിയുടെ പുറത്ത് കിടക്കുന്നത് എന്ന് പറയുന്നതും ബി തന്നെയാണ്. സോ ബിക്കും സിക്കും എങ്ങോട്ട് വരും? ബിയിലേക്ക് തന്നെ വരും. അപ്പൊ ഇതാണ് ആ ഒരു സ്റ്റാക്കിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ലെക്സിക്കൽ സറൗണ്ടിങ്ങും ഇതും രണ്ടും സെയിം ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് ഡിയുടെ കേസിൽ, ഡി എന്ന് പറയുന്ന കേസിൽ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും സെയിം ആണ്. അതായത് ഡിയുടെ സ്റ്റാറ്റിക് ലിങ്കും ഡൈനാമിക് ലിങ്കും സെയിം ആണ്. സിയുടെ സ്റ്റാറ്റിക് ലിങ്കും ഡൈനാമിക് ലിങ്കും സെയിം ആണ്. ഒന്ന് സ്റ്റാറ്റിക് ലിങ്ക് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്? ഏത് ഫ്രെയിമിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്? ഡിയുടെ ഫ്രെയിമിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ സ്റ്റാറ്റിക് ലിങ്ക് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്? ബിയുടെ ഫ്രെയിമിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. സോ ആ ഒരു കേസിനകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്റ്റാറ്റിക് ലിങ്ക് ഈസ് നോട്ട് മാച്ചിങ് വിത്ത് ഡൈനാമിക് ലിങ്ക്. പക്ഷെ ഡി എന്ന് പറയുന്നതിന്റെ കേസിനകത്ത് ഡിയുടെ ലെക്സിക്കൽ സറൗണ്ടിങ്ങും ബി തന്നെയാണ്, ഡിനെ കോൾ ചെയ്യുന്നതും ആര് തന്നെയാണ്? ബി തന്നെയാണ്. സോ രണ്ടും എന്ത് ഡൈനാമിക് ലിങ്കും സ്റ്റാറ്റിക് ലിങ്കും ഡിക്ക് സെയിം ആയിരിക്കും, പക്ഷെ സിക്ക് ഡിഫറെന്റ് ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. സ്റ്റാറ്റിക് ലിങ്ക് ആൻഡ് ഡൈനാമിക് ലിങ്ക് മേ ഓർ മേ നോട്ട് ബി സെയിം. എന്താണ്? ഡിപ്പെൻഡിങ് ഓൺ വെദർ ദി കറന്റ് റൂട്ടീൻ വേർ ലെക്സിക്കലി സറൗണ്ടിങ് കോൾഡ് ബൈ ഇറ്റ്സ് ലെക്സിക്കലി സറൗണ്ടിങ് റൂട്ടീൻ. ഓക്കെ, അതോ വേറെ ഏതെങ്കിലും നെസ്റ്റഡ് റൂട്ടീനിലാണ് കോൾ ചെയ്തതെങ്കിൽ അത് ഡിഫറെന്റ് ആവാം. സെയിം സാധനം തന്നെയാണ്, ലെക്സിക്കൽ സറൗണ്ടിങ് തന്നെയാണ് ഫംഗ്ഷനെ കോൾ ചെയ്തതെങ്കിൽ രണ്ടിനും സെയിം ആയിരിക്കും. അതല്ലാതെ വേറെ ഏതെങ്കിലും ആണ് കോൾ ചെയ്തതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, അത് ലെക്സിക്കൽ സറൗണ്ടിങ്ങും ഇതും സെയിം ആണെന്ന് പറയാൻ പറ്റില്ല, കോൾ ചെയ്തതും സെയിം ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാറ്റിക് ലിങ്കും ഡൈനാമിക് ലിങ്കും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. നൗ ആക്ടിവേഷൻ റെക്കോർഡ്. എന്താണ് ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇതെന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും ആദ്യം എന്ത് പറയുന്നത്? ഒരു ആർഗ്യുമെന്റ്സ് പറയുന്നത്. ആർഗ്യുമെന്റ്സ് ഫ്രം സബ് റൂട്ടീൻ എന്ന് പറയുന്നത് എവിടെ കാണും? മുകളിലാണ് കാണുന്നത്. ഇതെന്ന് പറയുന്നത്, ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് ഇവിടെ മുകളിൽ വരും. ഓക്കെ, ദെൻ ടെമ്പററി വാല്യൂസ് കാണും, ലോക്കൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് കാണും, സേവ്ഡ് CPU രജിസ്റ്റേഴ്സ് കാണും, റിട്ടേൺ അഡ്രസ്സ് കാണും. ഇത്രയും കാര്യങ്ങളാണ് ഏതിനകത്തുള്ളത്?
ഒരു ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്ന കാര്യത്തിനകത്തുള്ളത്. ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് സ്റ്റാക്കിനകത്തുള്ള ഒരു ഫ്രെയിമിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ആക്ടിവേഷൻ റെക്കോർഡ് എപ്പോഴാണ് ജനറേറ്റ് ചെയ്യുന്നത്? Once a subroutine is called, a new frame is allocated in stack. That is called an activation record. What are the important components of an activation record? It contains arguments that are passed to the subroutine, temporary variables, temporary registers or variables, local variables, bookkeeping informations like saved FP and return address, and finally return values, and finally റിട്ടേൺ അഡ്രസ്. അതായത് ഒരു സബ് റൂട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ കോഡിൽ എവിടെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏതിനകത്ത് വരേണ്ടത്, ആക്ടിവേഷൻ റെക്കോർഡിനകത്ത് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം വെച്ച് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാൻ. താങ്ക് യു.